പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് ആമേൻ. ഈശോനാഥ, ഞങ്ങൾക്ക് ഇന്നൊരു പകൽക്കാലം തന്ന് ഞങ്ങളെ അവിടുത്തെ ചിറയിൻ കീഴിൽ അണച്ചു വഴി നടത്തിയതിനായി നന്ദി പറയുന്നപ്പാ. പ്രഭാതം മുതൽ ഈ രാത്രിയുടെ ഈ സമയം വരെ എൻ്റെ കർത്താവ് ഞങ്ങളെയും ഞങ്ങൾക്കുള്ള എല്ലാവരെയും ഞാൻ ഓർക്കുന്ന സകല സഹോദരങ്ങളെയും അവിടുത്തെ കൃപയിൽ പൊതിഞ്ഞതിനായി നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് പ്രഭാതം മുതൽ ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെയും തന്ന് അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. രോഗങ്ങളിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നും കർത്താവെ ഞങ്ങളെ സംരക്ഷിച്ച് അവിടുന്ന് നടത്തിയ ആ വലിയ കൃപയെ ഓർക്കുന്നപ്പാ. കർത്താവെ, നടിയൻ യാത്രയിലായിരുന്നപ്പോൾ സഹയാത്രികനായി അവിടുന്ന് കൂടെ ഇരുന്ന ആ വലിയ സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്നപ്പാ. അടിയൻ പോകുന്ന സ്ഥലത്തൊക്കെയും കർത്താവിൻ്റെ കൃപ കൂടെ ഉള്ളതിനെ ഓർത്ത് നന്ദി പറയുന്നു നാഥാ. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന് ഞങ്ങൾക്ക് ആഹാരപാനീയങ്ങൾ, വസ്ത്രങ്ങൾ സകലതും തന്ന നന്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നപ്പാ. കർത്താവായ യേശുനാഥ, ഞങ്ങളെ കൂടുതൽ കൂടുതൽ അങ്ങയോട് ചേർക്കുന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നപ്പാ. ഓരോ നിമിഷവും ഞങ്ങൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കി പ്രകാശിതരായി ജീവിപ്പാൻ എൻ്റെ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്ന ആ വലിയ സ്നേഹത്തിനായി നന്ദി പറയുന്നു നാഥ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ രാത്രിയുടെ യാമം വരെ അവിടുത്തെ ദൂതഗണങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കോട്ട കെട്ടി സംരക്ഷിച്ചിരിക്കുന്നതിനായി നന്ദി പറയുന്നു. ഒരു തിരുവചന ഭാഗം വായിക്കാം. ഞാൻ എടുത്ത തിരുവചന ഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്നും 54-ാം അധ്യായം എടുത്തു. 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ദൈവമേ, അങ്ങയുടെ നാമത്തിൽ എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തി തരണമേ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ അധരങ്ങളിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ. അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു, നിർദ്ദയർ എന്നെ വേട്ടയാടുന്നു. അവർക്ക് ദൈവചിന്തയില്ല. ഇതാ, ദൈവമാണ് എൻ്റെ സഹായകൻ. കർത്താവാണ് എൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ. അവിടുന്ന് എൻ്റെ ശത്രുക്കളോട് തിന്മ കൊണ്ട് പകരം വീട്ടും. അങ്ങയുടെ വിശ്വസ്തതയാൽ അവരെ സംഹരിച്ചു കളയണമേ. ഞാൻ അങ്ങേക്ക് ഹൃദയപൂർവ്വം ബലി അർപ്പിക്കും. കർത്താവേ, അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ നന്ദി പറയും. അങ്ങെന്നെ എല്ലാ കഷ്ടതകളിൽ നിന്നും മോചിപ്പിച്ചു. ശത്രുക്കളുടെ പരാജയം എൻ്റെ കണ്ണുകൾ കണ്ടു. നമുക്ക് ഈ വചനത്തിൻ്റെ വാക്കുകൾ ഒരു 5 നിമിഷം ഇരുന്ന് ശ്രദ്ധാപൂർവം ധ്യാനിച്ച് ഈശോയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറയാം. കിടക്കുന്നതിന് മുൻപ് കിടക്കയുടെ 4 ചുറ്റും കുരിശടയാളം വരയ്ക്കുക. നെറ്റിത്തടത്തിലും 3 തവണ കുരിശടയാളം വരച്ച് യൂതന്മാരുടെ രാജാവായ നസ്രയേൽക്കാരനായ ഈശോയെ, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ചുറ്റും അവിടുത്തെ ദൂതഗണങ്ങളെ കൊണ്ട് കോട്ട കെട്ടി സംരക്ഷണം നൽകണമേ. ഒരു അന്ധകാര ശക്തികളോ ഒരു ദുരാശക്തികളോ ഒന്നും കടന്നു വരുവാൻ ഇടയാക്കാതെ വണ്ണം പരിപാലിച്ച് അവിടുന്ന് വഴി നടത്തുമാറാകണമേ. ആമേൻ.